Welcome to the Learn with Sarah. Let's start our verb journey and deepen our understanding of actions, occurrences, and states of being. Do you have your notebooks and pens ready? Let's start going. Learn with Sarahയിലേക്ക് സ്വാഗതം. നമുക്ക് വെർബിനെ തേട്ടുള്ള യാത്ര ആരംഭിക്കാം. പ്രവൃത്തികൾ, സംഭവങ്ങൾ, അവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാം. നിങ്ങളുടെ നോട്ട്ബുക്കുകളും പേനകളും തയ്യാറാണോ? നമുക്ക് മുന്നോട്ട് പോകാമല്ലോ. വാട്ട് ഈസ് എ വേർബ്? ക്രിയ അഥവാ വേർബ് എന്താണ്? എ വേർബ് ഈസ് എ വേർഡ് that expresses an action, occurrences, or state of being. It tells us what is happening, has happened, or will happen in a sentence. ഒരു പ്രവൃത്തിയെയോ സംഭവത്തെയോ അവസ്ഥയെയോ പ്രകടിപ്പിക്കുന്ന ഒരു പദമാണ് വെർബ് അഥവാ ക്രിയ. ഒരു വാക്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നു എന്നത് നമ്മോട് പറയുന്നു. എക്സാമ്പിൾ, ഹി റീഡ്സ് എ ബുക്ക്. വേർ റീഡ്സ് ഈസ് ദ കറക്റ്റ് വെർബ് ഫോം for the singular subject he. അവൻ ഒരു പുസ്തകം വായിക്കുന്നു. ഇവിടെ ഹി എന്ന ഏകവചന കർത്താവിൻ്റെ ശരിയായ ക്രിയാരൂപമാണ് റീഡ്സ്. ഷീ ജംപ്ഡ് ഫ്രം ദ വാൾ. ദ വെർബ് യൂസ്ഡ് ഈസ് ജംപ്ഡ്. ജംപ്ഡ് എന്നതാണ് ഇവിടെ വെർബ്. ടുമോറോ ലവ്ലി വിൽ സിംഗ് എ സോങ്. നാളെ ലവ്ലി ഒരു പാട്ട് പാടും. ദ വെർബ് ഈസ് സിംഗ്. സിംഗ് എന്നതാണ് ഇവിടെ ക്രിയ. നൗ ലെറ്റ്സ് ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെർബ്സ്. There are two main types of verbs for expressing state or action. They are action or dynamic verbs and static verbs. വ്യത്യസ്ത തരം ക്രിയകളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അവസ്ഥയെയോ പ്രവൃത്തിയെയോ പ്രകടിപ്പിക്കുന്നതിന് രണ്ട് പ്രധാന തരം ക്രിയകളുണ്ട്. അവയാണ് ആക്ഷൻ അല്ലെങ്കിൽ ഡൈനാമിക് വെർബ്, സ്റ്റാറ്റിക് വെർബ്. Our initial focus should be on action verb. പ്രാരംഭമായി ആക്ഷൻ വെർബ് എന്താണെന്ന് നോക്കാം. Action verb describes physical or mental action the subject performs, showing what someone or something does. സബ്ജക്റ്റ് അഥവാ കർത്താവ് ആയ ഒരു വ്യക്തിയോ മറ്റെന്തെങ്കിലുമോ ചെയ്യുന്ന ശാരീരികമോ മാനസികമോ ആയ പ്രവൃത്തിയെ ആക്ഷൻ വെർബ് എന്ന് പറയുന്നു. എക്സാമ്പിൾ, ദേ dance at parties. Here, they is the subject and dance is the action verb. Dance is an action verb because it describes a physical action or the act of dancing performed by the subject they. ഉദാഹരണം, they dance at parties. ഇവിടെ ദേ അല്ലെങ്കിൽ അവർ സബ്ജക്റ്റും ഡാൻസ് അല്ലെങ്കിൽ നൃത്തം എന്നത് ആക്ഷൻ വെർബുമാണ്. ഡാൻസ് എന്നത് ഒരു പ്രവർത്തന ക്രിയയാണ്, കാരണം അത് ദേ എന്ന സബ്ജക്റ്റ് നടത്തുന്ന ഒരു ശാരീരിക പ്രവൃത്തിയെ വിവരിക്കുന്നു. ഷീ കുക്സ് ഡിന്നർ. ഹിയർ ഷീ ഈസ് ദ സബ്ജക്റ്റ് ആൻഡ് കുക്സ് ഈസ് ദി ആക്ഷൻ വെർബ്. ഷീ എന്നത് സബ്ജക്റ്റും കുക്സ് എന്നത് ആക്ഷൻ വെർബുമാണ്. ഹീ തിങ്സ് ഡീപ്ലി അബൌട്ട് ലൈഫ്. ഹിയർ ഹീ റെഫേഴ്സ് ടു ദ സബ്ജക്റ്റ് ആൻഡ് തിങ്സ് ഡിസ്ക്രൈബ്സ് ദ മെൻ്റൽ ആക്ടിവിറ്റി. ഇവിടെ ഹീ എന്നത് സബ്ജക്റ്റിനെ പരാമർശിക്കുകയും
തിങ്സ് എന്നത് മാനസിക പ്രവർത്തനത്തെ പ്രതിപാദിക്കുകയും ചെയ്യുന്നു. The next thing to consider is the stative verbs. Stative verbs describe a state or condition that is stable or unlikely to change. Stative verbs usually refer to thoughts, emotions, or senses that the subject of the sentence is experiencing. അടുത്തതായി സ്റ്റേറ്റീവ് വെർബ് എന്താണെന്ന് നോക്കാം. സ്റ്റേറ്റീവ് വെർബ് സ്ഥിരതയുള്ളതോ മാറാൻ സാധ്യതയില്ലാത്തതോ ആയ ഒരു അവസ്ഥയെയോ സ്ഥിതിയെയോ വിവരിക്കുന്നു. സ്റ്റേറ്റീവ് വെർബ് സാധാരണയായി വാക്യത്തിലെ സബ്ജക്റ്റ് അനുഭവിക്കുന്ന ചിന്തകൾ, വികാരങ്ങൾ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ: ഷീ ലവ്സ് ഐസ്ക്രീം. ഹിയർ ലവ്സ് ഡിസ്ക്രൈബ്സ് ആൻ ഇമോഷൻ. ഇവിടെ ലവ്സ് എന്ന വാക്ക് ഒരു വികാരത്തെ കാണിക്കുന്നു. The cake smells delicious. Here smells describes a sensory state. Smells എന്നത് ഒരു സെൻസറി സ്റ്റേറ്റിനെ കാണിക്കുന്നു. She knows the answer. Here knows describes a state of knowledge. Knows എന്നത് ഒരു അറിവിനെ കാണിക്കുന്നു. The stative verbs don't usually have a continuous tense. ഈ ക്രിയകൾക്ക് സാധാരണയായി കണ്ടിന്യൂസ് ടെൻസ് ഉണ്ടാകില്ല. എക്സാമ്പിൾ: ഷീ ഈസ് ലവിങ് ഐസ്ക്രീം. ഇറ്റ് ഈസ് റോങ് ടു സേ ദാറ്റ്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. The other types of verbs will be continued in the next class. Till then, bye.